വെൽക്കം ടു ജാസ്'സ് ഫുഡ് ബുക്ക്. നമുക്ക് ഈസി ആയിട്ട് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചെയ്യുന്നതന്നെയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഒരിടത്തേക്കുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചതച്ച് വെച്ചേക്കുന്നതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 5 പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്താണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് 20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 2 പീസാക്കിയിട്ട് അരിഞ്ഞെടുത്താണത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയുള്ളിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ സവാളയുടെ എണ്ണം കൂട്ടി കൊടുക്കുക. പിന്നെ അവിടെ എടുത്തേക്കുന്നത് ഒരു 3 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് സവാള ഒന്ന് വഴറ്റി കൊടുക്കുക. എത്രത്തോളം വഴറ്റാൻ പറ്റുമോ അത്രത്തോളം വഴറ്റുക. അതിനനുസരിച്ച് നമ്മൾ ചിക്കൻ കറിക്ക് ടേസ്റ്റ് കൂടും. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം വരെ സവാള വഴറ്റി കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിൽ 1 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ നിങ്ങൾ ഉപയോഗിക്കുന്ന മുളക് പൊടിയുടെ എരിവ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ഇവരുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു തണ്ട് വേപ്പിലിട്ട് കൊടുക്കുക. ഞാനിതിലൊട്ടും തന്നെ തക്കാളി ഇട്ടിട്ടില്ല. തക്കാളിക്ക് പകരമായിട്ട് നിർബന്ധമില്ല. ഞാനിവിടെ 1 ടീസ്പൂൺ സോർട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കറക്റ്റ് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എനിക്ക് ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത്രയും ചാറ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൽ കുറവ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിലേക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക. ഒന്ന് ഇതേപോലെ നന്നായിട്ട് തിളച്ചതിന് ശേഷം കുക്കറിൻ്റെ മൂടി വെച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് 2 വിസിൽ വരുത്താം. നമ്മുടെ ചിക്കൻ കറി 2 വിസിൽ വന്നതിന് ശേഷം മൊത്തത്തിൽ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്.
കഷ്ണങ്ങളൊന്നും ഒട്ടും തന്നെ ഉടഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്ത് കൊടുക്കുക. ഒരു തണ്ട് വേപ്പിലിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന ഫ്രോസൺ ചിക്കനാണ്. ഫ്രോസൺ ചിക്കൻ ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് 2 വിസിൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രഷ് ചിക്കനാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ വേവിൽ കുറച്ച് വ്യത്യാസം വരും. ഒരു മീഡിയം ഫ്ലെയിമിൽ 1 വിസിലും ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് 2 വിസിലും വരുത്തി വേവിച്ചെടുക്കാം. ചിക്കൻ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സീ യു.